യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഭീഷണിയാകുന്നത് എങ്ങനെ എന്ന രാഷ്ട്രീയ ചോദ്യം ഈ നാട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു സംസ്ഥാനത്തിന്റെയും ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ ആ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലാണ്. അയോധ്യയോ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ, മോദിയുടെ കൈവെള്ളയ്ക്കുള്ളിൽ. അവിടെ സംഭാവന കൊള്ള നടന്നിട്ട് 10-ാം ദിവസം ആദ്യത്തെ FIR SIT വഴി മുന്നോട്ട് കൊണ്ടുപോയി അറസ്റ്റിലേക്ക് വരെ പോയി എത്തി നിൽക്കുകയാണ് ആദി യോഗ്യതെന്നാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് UP മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മോദിക്ക് പഴയ പവറൊന്നുമില്ല. ഈ നാടിന്റെ ഭരണഘടനാ ഭേദഗതി വരെ നടത്തും. ഏത് രീതിയിലും നമുക്ക് മുമ്പോട്ട് ഭരണം കൊണ്ടാനാകും, 400-ന് പുറത്ത് സീറ്റ് കിട്ടുമെന്ന വലിയ കോൺഫിഡൻസിൽ നിന്നാണ് ഒരു ബ്രിം ലെവൽ മാർജിനിൽ ജയിച്ച് 2 ഘടകകക്ഷികളുടെ തോളത്ത് തൂങ്ങി BJP, മോദി 3-ാം വട്ടം ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോദിയുടെ പവർ, മോദിക്കു ശേഷം ആര് എന്ന് ചോദിക്കുന്നിടത്താണ് UP മുഖ്യമന്ത്രി ആദിത്യനാഥ് വലിയ രീതിയിൽ തലപ്പൊക്കത്തിൽ വളർന്നു വരുന്നത്. ഒരു ശീതയുദ്ധം, ഒരു കോൾഡ് വാർ ആ പാർട്ടിക്കുള്ളിൽ തന്നെ. നോക്കൂ നിങ്ങൾ, ആരാണ് അയോധ്യ സംഭാവന കൊള്ള ഈ നാടിനോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത്? ആ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഒരു അന്വേഷണ സംഘം കണ്ടതോ, ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോ, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി കൊണ്ടുവന്നതോ ഒന്നുമല്ല. 100% ഉറപ്പിച്ചു പറയാം, മോദിയെ വെട്ടാൻ ഇറങ്ങി ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുടെ പേരാണ് UP മുഖ്യമന്ത്രി ആദിത്യനാഥ്. BJP വളർന്നത് UPയിലൂടെയാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ തേരോട്ടമാണ് കോൺഗ്രസ് എന്ന മതേതര പാർട്ടിയെ ഇകഴ്ത്തിയതും വീഴ്ത്തിയതും. അവിടെ നിന്ന് ആ മണ്ണിൽ കാവ്യ രാഷ്ട്രീയം പറഞ്ഞ് പടർന്നു പന്തലിച്ച് BJP നാടിൽ 3-ാം വട്ടവും അധികാരവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കപ്പെടുന്നു. അത് ഈ നാടിന്റെ തലവനായ പ്രധാനമന്ത്രി മോദിക്കെതിരെ എന്നുള്ളത് തന്നെയാണ്. 100% ഉറപ്പിച്ചു പറയാം, രാഷ്ട്രീയ തലമുറ മാറ്റത്തിലേക്കാണ് ഈ നാട് പോകുന്നത്. യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ തലവനായി പ്രതിഷ്ഠിക്കാൻ പോകുന്ന മോദിയുടെ ഫേസിന് പകരം യോഗിയുടെ ഫേസിലേക്ക് മാറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണ മാറ്റത്തിലേക്ക് ഇന്ത്യ ഇനി വിളി കേൾക്കേണ്ടി വരും.